കേരളത്തിൽ നേഴ്സുമാർ സമരത്തിലേക്ക്. ഈ മാസം 21-ന് സൂചനാ പണിമുടക്കും. അതിനുശേഷവും അവരുടെ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിച്ചില്ല എന്നുണ്ടെങ്കിൽ അനിശ്ചിതകാലത്തെ സമരത്തിലേക്ക് പോകും എന്നുള്ളതാണ് നേഴ്സസ് അസോസിയേഷൻ അറിയിച്ചത്. അവരുടെ ആവശ്യങ്ങൾ തികച്ചും ന്യായമാണ്. മിനിമം സാലറി 40,000 രൂപ വേണം എന്നുള്ളതാണ് അവരുടെ ആവശ്യങ്ങളിൽ പ്രധാനം. ഈ ആവശ്യം എന്തുകൊണ്ടും ശരിയല്ലേ? കാരണം നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ. നമ്മളൊരു ഹോസ്പിറ്റലിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ആദ്യ അവസാനം ഏറ്റവും കൂടുതൽ പരിചരിക്കുന്നത് നേഴ്സുമാരാണ്. പക്ഷേ അവർക്ക് വേണ്ടത്ര വേതനം കിട്ടുന്നുണ്ടോ? നിങ്ങൾ തന്നെ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ നോക്കുക. നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ അഡ്മിറ്റ് ആകുമ്പോൾ നേഴ്സിംഗ് ഫീ എന്ന് വാങ്ങിക്കുന്നത് ഒരു ഭീമമായ തുകയാണ്. അതിലെ 1/3 അംശമെങ്കിലും ഇവർക്ക് ശമ്പളമായി കൊടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ ഇവരിപ്പോൾ സമരത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. പക്ഷേ പല പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും ഇപ്പോഴും അവരുടെ ശമ്പളം 15,000-ൽ താഴെയാണ്. ലക്ഷങ്ങൾ കൊടുത്ത് BSc നേഴ്സിംഗ് പഠിച്ച ഈ നേഴ്സുമാർ ഇതിൽ നിന്നും എങ്ങനെ അവരുടെ എഡ്യൂക്കേഷണൽ ലോൺ അടയ്ക്കും? ഇതിൽ നിന്നും എങ്ങനെ അവരുടെ വീട്ടിലെ നിത്യജീവിത ചെലവ് മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇതിൽ എനിക്ക് പറയാനുള്ളത്, നമ്മൾ എന്തായാലും ഈ നേഴ്സുമാരുടെ കൂടെ നിൽക്കണം. കാരണം ഇവർ ഉണ്ടെങ്കിലേ നമ്മൾ പല രോഗങ്ങളിൽ നിന്നും രക്ഷ പ്രാപിക്കത്തുള്ളൂ. ഈ സമരത്തിന് നമ്മൾ അവരുടെ കൂടെ നിൽക്കണം. പൊതുജനം അവരുടെ കൂടെ നിൽക്കണം. നാളുകളായി മാറി മാറി വന്ന സർക്കാരുകൾ പലതവണ ചർച്ചകൾ നടത്തിയിട്ടും പലതവണ എന്തൊക്കെ ഇടപെടലുകൾ നടത്തിയിട്ടും ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, അതായത് സ്വകാര്യ ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, അവർ ഒത്തുതീർപ്പിന് തയ്യാറാവും. പക്ഷേ ഈ ഒത്തുതീർപ്പ് കരാറുകളൊന്നും അവർ പാലിക്കാറില്ല. ഇപ്പോൾ ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്ന 40,000 രൂപ മിനിമം വേതനം എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. എങ്കിൽ മാത്രമേ അവർക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. നേഴ്സുമാരായിട്ടുള്ള എൻ്റെ സഹോദരങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ നേഴ്സുമാരൊന്ന് ചിന്തിച്ച് നോക്കുക. നേഴ്സുമാരുള്ള വീട്ടുകാരൊന്ന് ചിന്തിച്ച് നോക്കുക. എങ്ങനെ ഈ വന്ന കാലത്ത് ഈ ഒരു 15,000 രൂപയ്ക്ക് അല്ലെ 20,000 രൂപയ്ക്ക് ജീവിക്കാൻ കഴിയും? അവരുടെ ഷിഫ്റ്റ് സമയം തന്നെ നിങ്ങൾ നോക്കുക. നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്, അല്ലെ മാറി മാറി വരുന്ന ഷിഫ്റ്റുകളുണ്ട്. അവരുടെ ആരോഗ്യം പോലും ത്യജിച്ചാണ് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി അവർ പോരാടുന്നത്. കോവിഡ് മഹാമാരി, നിപ്പ ഒക്കെ വന്നപ്പോൾ ഈ നേഴ്സിംഗ് മേഖലയിലെ ആളുകൾ എത്രത്തോളം നമ്മൾക്കൊപ്പം നിന്നു എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ ഗവൺമെന്റ് ഇടപെട്ട് ഈ സ്വകാര്യ ആശുപത്രി മേഖലയിൽ നിന്നും ഇവർക്ക് ന്യായമായ ശമ്പളം മേടിച്ചു കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അന്താരാഷ്ട്ര നേഴ്സസ് ദിനം വരുമ്പോൾ ഭൂമിയിലെ മാലാഖമാരാണ് എന്ന് പറഞ്ഞൊരു സ്റ്റാറ്റസ് ഇട്ടിട്ട് മാത്രം കാര്യമില്ല. ഈ ഭൂമിയിലെ മാലാഖമാർ എങ്ങനെ ജീവിക്കുന്നു എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് അവരുടെ ന്യായമായ ഈ ആവശ്യത്തിന് അവരുടെ കൂടെ നമ്മൾ നിൽക്കുക. അവർക്ക് വേണ്ടുന്ന മിനിമം വേതനം വാങ്ങിച്ചു കൊടുക്കാൻ കേരളത്തിലെ, ഇന്ത്യയിലെ ഓരോ ജനങ്ങളും ഒരുമിച്ച് നിൽക്കുക.